പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹനിർമ്മികൾ സഭാമാതാവ് വിശുദ്ധ മത്യാസിന്റെ തിരുനാൾ ആഘോഷിക്കുക. ഒന്നാമത്തെ വായനയിൽ എപ്രകാരമാണ് മത്യാസ അപ്പോസ്തല സമൂഹത്തിൽ ചേർക്കപ്പെട്ടത് എന്ന് വിളിക്കുന്നത്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയത്തിന് പകരം പത്രോസിന്റെ നേതൃത്വത്തിൽ മറ്റ് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടുകയും വീണ്ടും 12 അപ്പോസ്തലന്മാർ ഉണ്ടാകണമെന്ന ആഗ്രഹത്താൽ മത്യാസിനെയും ബർന്നബാസിനെയും മുന്നിൽ വെച്ചുകൊണ്ട് അവർ നറുക്കിടുകയും മത്യാസിന് കുറിവീടുകയും ചെയ്യുന്നു. അങ്ങനെ അപ്പോസ്തലന്മാർ വീണ്ടും 12 പേരായി ഉയർത്തപ്പെടുകയാണ്. മത്യാസിന്റെ ജീവിതം തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ വളരെ തീക്ഷ്ണതയോടുകൂടെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിച്ച മറ്റ് ശിഷ്യന്മാരോടൊപ്പം നടക്കുവാനായിട്ട് മത്യാസിന് സാധിച്ചു. സുവിശേഷത്തിൽ യേശു ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുക. ദൈവസ്നേഹം അത് സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തോടുകൂടെ ആയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം എപ്പോഴും ദൈവസ്നേഹത്തെക്കുറിച്ച്, ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ആ സ്നേഹത്തിൽ നിൽക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകാം. പ്രത്യേകിച്ചും ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ, ഈ പ്രകൃതിക്ഷോഭത്തിന്റെ കാലഘട്ടത്തിൽ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കും. എന്റെ ദിവ്യബലിയിൽ അഭിനവ്, അന്ന, ഏഞ്ചൽ എന്നീ മക്കളെയും വിവരങ്ങളിൽ സമർപ്പിക്കും. വിശ്വാസത്തിൽ വളരുവാൻ, പഠന പുരോഗതി നേടുവാനായിട്ട് ഈ മക്കൾ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം അവരുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന്, അവരുടെ നിയോഗങ്ങളെല്ലാം തന്നെ കർത്താവ് കരുണാപൂർവ്വം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈ ബലിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് മാപ്പപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കാനായിട്ട് വരും. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ തിരഞ്ഞികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിസ്തരിക്കുന്നു. സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഭക്തനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളിൽ കനിയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഞങ്ങളിൽ കനിയും. എന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ മത്യാസിനെ അപ്പോസ്തലന്മാരുടെ സംഘത്തിൽ ചേർക്കുവാൻ അങ്ങ് തിരുമനസ്സായിരുന്നു. ഞങ്ങൾക്കായുള്ള ദൈവത്തിന്റെ മാധ്യസ്ഥം വഴി അങ്ങയെ സ്നേഹത്തിൽ പങ്കുചേർന്ന് സന്തോഷിക്കുന്ന ഞങ്ങൾ
തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ വേണ്ട അർഹത നൽകുമാറാണ്. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേൾക്കണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു: സഹോദരരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെ കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അവൻ നമ്മളിലൊരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗത്വം ലഭിക്കുകയും ചെയ്തിരുന്നു. അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ. എന്നും അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ മുതൽ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. അവ ബാർസബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ്, മത്യാസ് എന്നീ രണ്ടുപേരെ നിർദ്ദേശിച്ചു. ജോസഫിന് യുസ്തോസ് എന്നും പേരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചു: കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അന്നറിയുന്നുവല്ലോ. യൂദാസ് താൻ അർഹിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ. പിന്നെ അവർ കുറിയിട്ടു. മത്യാസിന് കുറി വീണു. 11 അപ്പോസ്തലന്മാരുടെ കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. കർത്താവിന്റെ വചനം. തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം കർത്താവ് അവരെ ഇരുത്തുന്നു. കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം കർത്താവ് അവരെ ഇരുത്തുന്നു. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിന് മീതെ ഉയർന്നിരിക്കുന്നു. തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം കർത്താവ് അവരെ ഇരുത്തുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം കർത്താവ് അവരെ ഇരുത്തുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം കർത്താവ് അവരെ ഇരുത്തുന്നു. ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു: നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു: പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസർ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ
എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുക. കർത്താവിന്റെ സുവിശേഷം. അങ്ങ് അവതാരിതമാണല്ലോ ഞങ്ങൾക്ക് ജീവന്റെ ഭോജനമായി തീരുവാണ്. അങ്ങയുടെയും മനുഷ്യത്വത്തിന്റെയും ഫലമായപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്തു. സർവസഭയുടെ നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ അങ്ങ് അവതാരിതമാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനുള്ള മുതിരുകളുടെയും മനുഷ്യത്വത്തിന്റെയും ഫലമായി വീണ്ടും ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്തത്. സർവസഭയുടെ നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. സഹോദരന്റെയും നിങ്ങളുടെയും മുമ്പിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശ്വമത്യാസിന്റെ തിരുനാളിൽ ആദരപൂർവ്വം അർപ്പിക്കുന്നു. അങ്ങയെ സഭയുടെ കാഴ്ചകളിൽ സ്വീകരിക്കുകയും അവ വഴി അങ്ങേ കൃപയുടെ ശക്തിയാൽ ഞങ്ങളെ ദൃഢീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവ്, സർവശക്തനും നിത്യനുമായ ദൈവം, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്നാൽ അപ്പോസ്തലിക അടിസ്ഥാനത്തിൽ അങ്ങയെ സഭയെ ഉറപ്പിച്ചു നിർത്തുവാനിടയായി അങ്ങനെ ഭൂമിയിൽ അങ്ങയെ പരിശുദ്ധിയുടെ ശാശ്വത അടയാളമായി നിലനിൽക്കുകയും സമസ്ത ജനങ്ങൾക്കും സ്വർഗീയ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യും. ആകയാൽ ഇപ്പോഴും എന്നേക്കും മലാഖമാരുടെ സർവ്വസൈന്യത്തോടും കൂടെ ഭക്തിനിർഭരമായ മനസ്സോടെ ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുകയും ആർത്തുവിളിച്ച് ആലപിക്കുകയും ചെയ്യും. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തും. എന്തുകൊണ്ട് അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനൊരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുന്നത് അങ്ങ് വിരമിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുവൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഇവ അങ്ങേ ജീവിതത്തിലും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും
രക്തവുമായി തീരുമാറാറ്. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്നാൽ അവിടെ വെച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം നിങ്ങൾ പ്രഖ്യാപിക്കും, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയും. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെയും ചരിത്ര കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപുഷ്ടരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂർണരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരണമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, അങ്ങേ അനുരഞ്ജനത്തിന്റെ ഈ ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനാഭിമന്യ വിൻസെന്റ് സാമുവൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണം. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്തിൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്.
ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്കും പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധനാൽ ദിവ്യോപദേശത്താൽ നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങേ തിരുമനസ് സ്വർഗത്തിലേക്കൊരു ഭൂമിയിലുമാകണം. അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം പരിവാർ നൽകണം. അനുഗ്രഹപ്രദമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാർ അറിയിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയും. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണം. ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം നീക്കുന്നു. ദിവ്യകുഞ്ഞാടിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, നിങ്ങളുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കില്ല. അങ്ങനെ വാക്ക് ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖപ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദാനങ്ങൾ കൊണ്ട് അങ്ങേ കുടുംബത്തെ സമ്പുഷ്ടമാക്കുന്നതിൽ അങ്ങ് ഒരിക്കലും വിരമിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടിയുള്ള വിശ്വമത്യാസിന്റെ മാധ്യസ്ഥത്താൽ വിശുദ്ധരുടെ പ്രകാശപൂർണമായ സൗഭാഗ്യതയിൽ പങ്കാളിത്തങ്ങൾക്ക് ലഭിക്കുവാൻ കഴിയും. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകരണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവബലി സമാപിച്ചു പോകുവാൻ കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാൻ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മുഴുവിള, പട്ടിയക്കാല, കുരുവിള ഇടവകളിലെ വിശ്വാസികൾ, അതിരുടെ കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും കൊറോണ വൈറസിന്റെ വ്യാപനം ദോഷമായ സാഹചര്യത്തിൽ ജനങ്ങളോട് ഒഴുക്കമുള്ള തിരുബലി എന്ന് ആരംഭിക്കുമെന്ന് കൃത്യമായിട്ട് പറയുവാനായിട്ട് ഇപ്പോൾ സാധിക്കുകയില്ല. ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും തിരുബലിയുടെ ക്രമീകരണങ്ങൾ നടത്തുക. ഒപ്പം നമ്മുടെ ഈ 3 ഇടവകളിൽ കൊറോണ വൈറസിന്റെ രോഗമൂലം ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ പരസ്പരം സ്നേഹിക്കുക, ആ സ്നേഹം പ്രകടമാക്കേണ്ട ഒരു പ്രത്യേക അവസരമാണ്. രോഗം മാത്രമല്ല, 2 ദിവസം കൊണ്ട് തീവ്രമായ മഴയും അതിലുമൊക്കെ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ ഒരു ചിന്തയോടുകൂടെ എല്ലാവരും വ്യാപരിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇടവകളിൽ ആരെങ്കിലും അധികം കഷ്ടപ്പെടുന്നുവെങ്കിൽ മരുന്ന് വാങ്ങാനും ഭക്ഷണത്തിനും വകയില്ലാതെ കഴിയുന്നവർക്ക് നമ്മുടെ ഇടവകളിൽ തന്നെ ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിൽ ക്രമീകരണം ചെയ്തതാണ്. വളരെ കുറച്ചു പേര് മാത്രമാണ് നമ്മോട് സഹായം ആവശ്യപ്പെട്ടത്. 7-8 പേർക്ക് സഹായം കൊടുക്കുവാനായിട്ട് നിലയിൽ സാധിച്ചു. ഇനിയും ആരെങ്കിലും അപ്രകാരം കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ BCC ലീഡർമാരോ പാരിഷ് കൗൺസിൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ ആവശ്യങ്ങൾ, അത് മരുന്നായാലും ഒപ്പം ഭക്ഷണപദാർത്ഥങ്ങളായാലും പ്രാർത്ഥനാ സഹായങ്ങളായാലും ആവശ്യപ്പെടുവാനായിട്ട് ആരും പഠിക്കരുത്. ഇത് നമ്മുടെ സ്നേഹവും ഐക്യവും പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും അസുലഭമായ ഒരു സന്ദർഭമായി നമുക്ക് കണക്കാക്കാം. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ നിറവുകളായി മുന്നോട്ട് പോകാനുള്ള ഒരവസരമാണ് ഇതെന്ന ബോധ്യത്തോടുകൂടെ നമുക്കായിരിക്കാനായിട്ട് പരിശ്രമിക്കാം. ദിവ്യബലികൾ എല്ലാ ദിവസവും ഇവിടെ അർപ്പിക്കപ്പെടുന്നുണ്ട്. അത് പുനഃസംപ്രേഷണം ചെയ്യുന്നുണ്ട് യൂട്യൂബിലൂടെ. വളരെ കുറച്ചു പേരാണ് അതിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ഭവനങ്ങളിൽ രാവിലെ സാധിക്കുന്നില്ല എങ്കിൽ വൈകുന്നേരമെങ്കിലും 1.5 മണിക്കൂർ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയും അങ്ങനെ പ്രാർത്ഥനയിൽ കൂടുതൽ ധൈര്യവും കൂടുതൽ ആത്മാവിന്റെ ആ ഒരു സ്നേഹവും മനസ്സിലാക്കി ജീവിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. എല്ലാവരെയും കർത്താവ് എപ്പോഴും സൗഖ്യദായകനാണ്. ആ സൗഖ്യദായകനായ കർത്താവിന്റെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുകയും എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇനിയും അപ്രകാരമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് വാഗ്ദാനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആവശ്യങ്ങളുള്ളവർ മടിക്കാതെ അത് അതിൻ്റെതായ രീതിയിൽ ഓർമ്മിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുക.